അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പ്രിയ ശ്രോതാക്കളെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. തനിക്കും തൻ്റെ റബ്ബിനുമിടയിലുള്ള ബന്ധം സുദൃഢമാക്കുന്നതും റബ്ബിൻ്റെ സാമീപ്യം സദാസമയവും നേടിത്തരുന്നതും തൻ്റെ ഏത് ആവശ്യങ്ങളും റബ്ബിനു മുമ്പിൽ അവതരിപ്പിക്കുന്നതുമെല്ലാം പ്രാർത്ഥനയിലൂടെയാണ്. മാത്രവുമല്ല, പ്രാർത്ഥന ഒരു ആരാധന കൂടിയാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാനും കഴിയും. പ്രാർത്ഥന പതിവാക്കുന്നതിലൂടെ ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാണ്. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് തന്നെ നാം നിർവഹിക്കുന്ന പ്രാർത്ഥനയിലൂടെയാണ്. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നബിയെ, അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകളിലൂടെ നമുക്ക് ലഭിക്കുന്ന 8 നേട്ടങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല തൻ്റെ അദ്ദാഉ വദ്ദവാഉ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയത് കാണാം. അദ്ദേഹം പറഞ്ഞു, അദ്ദുആഉ മിൻ അൻഫഇൽ അദ്വിയ. പ്രാർത്ഥന ഏറ്റവും ഫലപ്പെടുന്ന ഒരു മരുന്നാണ്. വഹുവ അദുവുൽ ബലായി. പ്രാർത്ഥന പരീക്ഷണത്തിൻ്റെ ശത്രുവാണ്. യുദാഫിഉഹു. പ്രാർത്ഥന പരീക്ഷണത്തെ പ്രതിരോധിക്കും. വയുആലിജുഹു. പ്രാർത്ഥന പരീക്ഷണത്തെ ചികിത്സിക്കും. വയംനഉ നുസൂലഹു. വന്നിറങ്ങിയ പരീക്ഷണത്തെ പ്രാർത്ഥന തടുക്കും. വയർഫഉഹു. സംഭവിച്ച പരീക്ഷണത്തെ പ്രാർത്ഥന ഉയർത്തും. ഔ യുഖഫിഫുഹു ഇദാ നസൽ. അല്ലെങ്കിൽ വന്നിറങ്ങിയ പരീക്ഷണത്തിൻ്റെ ശക്തി, അതിൻ്റെ ഗാംഭീര്യം കുറക്കും പ്രാർത്ഥന. വഹുവ സിലാഹുൽ മുഅ്മിൻ. വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ നിരതമാകുക. വിശ്വാസിയുടെ ജീവിതം പ്രാർത്ഥനാ നിരതമാണ്. എത്ര കാലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്നവരെ കാണാം. അങ്ങനെ ഒരു വിശ്വാസി പറഞ്ഞുകൂടാ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് അള്ളാഹു 3 നിലക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെട്ടത് നൽകിക്കൊണ്ട് ഉത്തരം ചെയ്യും. അതല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെട്ടത് തരാതെ നമ്മെ ബാധിക്കാനിരിക്കുന്ന വലിയ പരീക്ഷണത്തെ നമ്മെ തൊട്ട് തടുക്കും. അതും പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. ഇത് രണ്ടുമല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പരലോകത്ത് തക്കമായ പ്രതിഫലം അള്ളാഹു നൽകും. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് റസൂലുള്ളയോട് ചോദിച്ചു, ഞങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിച്ചാൽ അള്ളാഹു കൂടുതൽ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്ക് മുമ്പിലും നമുക്ക് നിർവഹിക്കാനുള്ളത് പ്രാർത്ഥനയാണ് പരിഹാരമെന്നോർക്കുക. മനസ്സിൻ്റെ വേദനകളും തേട്ടങ്ങളും അറിയുന്ന റബ്ബിനോട് മാത്രമാവട്ടെ നമ്മുടെ പ്രാർത്ഥന. നാം നിർവഹിക്കുന്ന പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.